പാലാരിവട്ടത്ത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ മോഷണം. ഫെയർ ഡേ എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇതെവിടെയാണ് ഈ സ്ഥാപനമുള്ളത്? ഇതെപ്പോൾ നടന്ന മോഷണമാണ്? സ്മൃതി, എറണാകുളം പാലാരിവട്ടത്ത് പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽ സ്ഥാപനമാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടിയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ ഗ്ലാസ് ഡോർ തകർത്തതിന് ശേഷമാണ് മുഖംമൂടി ധരിച്ച മോഷ്ടാവ് അകത്ത് കിടന്നത്. അതിനുശേഷം അവിടുന്ന് വസ്ത്രങ്ങളൊന്നും മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ പണം ഏതാണ്ട് ഒരു 10,000-ലധികം രൂപ നഷ്ടമായി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. വളരെ ആസൂത്രിതമായി മെട്രോ നിർമ്മാണം സമീപത്ത് നടക്കുന്നുണ്ട്. ഗ്ലാസ് ഡോറാണ്. ഈ ഗ്ലാസ് ഡോർ തകർത്തത്, ഷട്ടറില്ല, ഗ്ലാസ് ഡോർ തകർത്ത് തന്നെ അകത്തേക്ക് കയറാൻ കഴിയും. അങ്ങനെ കൃത്യം സമയം നോക്കിയ ആളില്ല, മറ്റ് സാന്നിധ്യമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഈ സ്ഥലം ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് അകത്ത് കിടന്നതെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന്, CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഈ മോഷ്ടാവിനെ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നു. പക്ഷേ അതേസമയം കടയുടമ പറയുന്നത് വളരെ വേഗത്തിൽ ഈ മോഷ്ടാവിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം ആസൂത്രിതമായി മേഖല കേന്ദ്രീകരിച്ചടക്കം മോഷണം നടത്തുന്ന ആളാവാം, അതിന്റെ ഭാഗമാകാം. അങ്ങനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് മോഷണം നടത്തുന്ന ആളാകാമെന്നാണ് മനസ്സിലാക്കുന്നത്. തുണിത്തരങ്ങളൊന്നും, അവിടെയുള്ള വസ്ത്രങ്ങളൊന്നും മോഷ്ടിച്ചിട്ടില്ല. പക്ഷെ പണമാണ് മോഷ്ടിച്ചത്. ഒപ്പം ഇവിടെ ഈ സ്ഥലങ്ങളിൽ അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സാധാരണഗതിയിൽ ഗ്ലാസ് ഡോറും അത് ലോക്ക് ചെയ്യുന്ന സംവിധാനവുമാണ് ഉള്ളത്. അത്തരം ഇടങ്ങൾ ടാർഗറ്റ് ചെയ്ത് കൂടുതൽ മോഷണം നടക്കാനുള്ള സാധ്യതയടക്കം ഈ കടയുടമയടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിലേക്ക് പോകുന്നു. ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. തിരിച്ചറിയുന്ന ആളുകൾ വിവരങ്ങൾ കൈമാറണം എന്ന നിർദ്ദേശം കൂടി പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നു. സജു ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.